മീനെങ്ങാനും വീട്ടിൽ പിടിച്ച പെണ്ണുങ്ങളെ പരിപാടിയൊന്നും ഒന്നുമില്ലെങ്കിൽ ഉള്ളി വയറ്റില്ലേ, സവാള വയറ്റില്ലേ, തേങ്ങ അരച്ച് തേങ്ങ വറുത്തരച്ച് അല്ലെങ്കിൽ തേങ്ങ അല്ലെങ്കിലും വെക്കണ പെണ്ണുങ്ങളാണ് ഞാൻ ഉൾപ്പെടെ എന്താ പറയണത്. ഇടയ്ക്കിടയ്ക്ക് നമുക്കൊരു വെറൈറ്റി ആണ്ടേടോ. എന്നാൽ പിന്നെ എന്താ പിടിച്ചോ. എരിവുള്ള മുളക് പൊടി 2 ടേബിൾ സ്പൂൺ, അതേപോലെ കാശ്മീരി മുളക് പൊടി 2 ടേബിൾ സ്പൂൺ, പിന്നെ മല്ലിപ്പൊടിയും 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തു, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടാ. എന്നിട്ട് ഇത് അങ്ങോട്ട് വറക്കണം. ലോ ഫ്ലെയിമിൽ ഇടണോട്ടാ, അല്ലെങ്കിൽ കത്തിക്കരിഞ്ഞ് പോയിട്ട് ലാസ്റ്റ് എന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. എന്നിട്ട് നമ്മളെ വറുത്ത് ചെയ്യുമ്പോൾ ചൂടാറാനായിട്ട് ഞാൻ അവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിനിടയിൽ ഞാൻ ഉള്ളിയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നാക്കി ഒന്ന് ചതച്ചെടുക്കണ്ട കേട്ടോ. പിന്നെ ഇത് ചതച്ചെടുത്ത് എന്ത് ചെയ്യുന്ന പറയുമ്പോൾ ചൂടാറിയതിന് ശേഷമാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തത്. കാരണം ഈ തക്കാളിയും കൂടി അരിഞ്ഞിട്ട് കൊടുത്ത് പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ലേശം കുറച്ചണ്ട പച്ച വെളിച്ചെണ്ണ വെച്ച് കൊടുത്ത് ആവശ്യത്തിനുള്ള പുളി ഇട്ട് കൊടുത്ത് കൈ കൊണ്ട് ഇങ്ങനെ കുഴച്ചെടുക്കണം. ചൂടൊക്കെ ഉണ്ടെങ്കിൽ ലാസ്റ്റ് കൈയും പൊള്ളിപ്പോകും. അപ്പം നന്നായിട്ട് കുഴക്കണം കേട്ടോ. പിന്നെ ഇപ്പം ഇങ്ങനെ കുഴക്കണം കാണുമ്പോൾ എല്ലാവരും അയ്യേ കൈ കൊണ്ടാണെന്ന് പറയാൻ നിൽക്കേണ്ട. കാരണം കൈ കൊണ്ട് കുഴച്ചാലേ ഇതിന് ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുത്ത് ചാറൊന്ന് തിളച്ച് കഴിയുമ്പോൾ മീൻ ഇട്ട് കൊടുക്കുക. ഏത് മീനും വെച്ചോട്ടാ, ഇന്ന മീനൊന്നൊന്നുമില്ല, ഏത് മീൻ വെച്ചാലും നല്ല ടേസ്റ്റാണ്. എന്നിട്ട് എന്ത് ചെയ്യണം, ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് തിളപ്പിച്ചതിന് ശേഷം ലോ ഫ്ലെയിമിലിട്ട് കൊടുക്കണം. അപ്പോൾ ഇതേപോലെ എണ്ണയൊക്കെ തെളിഞ്ഞ് കറി നല്ല സെറ്റായിട്ട് അങ്ങോട്ട് കിട്ടും. പിന്നെ കുറച്ച് കറിവേപ്പില അങ്ങ് ഇട്ട് കൊടുത്ത് മൂടി അങ്ങോട്ട് വെച്ച് കൊടുക്കുമോ. കഴിക്കണ സമയത്ത് അങ്ങോട്ട് തുറന്ന് നോക്കുമ്പോൾ കറിവേപ്പിലയുടെ മണവും എന്താ ഒന്നും പറയാൻ പറ്റില്ല കേട്ടാ. അത്ര ടേസ്റ്റാണ്. ഉണ്ടാക്കി വെക്കുക, സൂപ്പറായിരിക്കും കേട്ടോ.